ഈ നമ്മൾ ദൈവികതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവികമായ ഒരു അനുഭവ തലമാണുള്ളത്, അല്ല മാനുഷിക അനുഭവ തലങ്ങളല്ല. ഈ വിഷയങ്ങൾക്കെല്ലാം ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻറ്റുകൾ, വ്യക്തികളുടെ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഒരു വ്യക്തിയും പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് കാണത്തില്ല. ആരെയും ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി അവരുടെ എന്തെങ്കിലും പ്രയോജനം നമുക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരുമായിട്ട് പ്രത്യേക ചങ്ങാത്തം, അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. ഞാൻ ഓപ്പണായിട്ടൊന്നും നിൽക്കണില്ലേ. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ദൈവത്തിന് എപ്പോഴും നമ്മളെ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡിവൈൻ ഓഡിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് 100% ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാകണം. മനസ്സിലായില്ലേ? ഒരു ഡിവൈൻ, ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗ് പോലെ ഒരു ഡിവൈൻ ഓഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 100%, 95%, 100% ദൈവത്തിൻ്റെ പക്ഷത്താണെന്ന് ആർക്ക് മനസ്സിലാകണം? ദൈവത്തിന് മനസ്സിലാകണം. മനുഷ്യന് മനസ്സിലാകണമല്ല പ്രശ്നം. മനുഷ്യൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, അത് കുറച്ച് അവർ തന്നെ തിരുത്തും, അത് കാര്യമില്ല. ഇനി തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകുമ്പോൾ അവിടെ തെറ്റിദ്ധാരണയും മരിച്ചു പോകും. ആധ്യാത്മിക ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുകയല്ലേ, കാലകാലങ്ങളോട് ദൈവതിരുസന്നിധിയിൽ ജീവിക്കുകയല്ലേ. അപ്പോൾ ഒരു തലമുറയിൽ തെറ്റിദ്ധരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. ആ തലമുറ വൈപ്പ് ഔട്ട് ചെയ്ത് പോകുമ്പോൾ തെറ്റിദ്ധാരണയും പോകും. പിന്നെ നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്ത പേടിക്കണേ? ഒരു തലമുറ, നിങ്ങളെ തെറ്റിദ്ധരിച്ച ഒരു തലമുറ ജീവിച്ചിരിക്കുന്നു. ആ തലമുറയ്ക്കുള്ള ടൈം എന്ന് പറയുന്നത് 20 കൊല്ലം 30 കൊല്ലം ആയിരിക്കും.